പലർക്കുമുള്ള തെറ്റിദ്ധാരണയാണ് ഈ സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ സാംസങ്ങിൻ്റെ AI ഫീച്ചറാണെന്നും ഇത് സാംസങ് ഫോണിൽ മാത്രമാണ് ലഭിക്കുന്നത് എന്നുമാണ്. എന്നാൽ ഞാൻ ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കുന്നത് 5 വർഷം പഴക്കമുള്ള പഴയൊരു റെഡ്മി ഫോണിലാണ്. സത്യത്തിൽ സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ ഗൂഗിളിൻ്റേതായതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണ് സർക്കിൾ ടു സെർച്ച് എന്നും ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്നും ഇത് എങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണിൽ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വീഡിയോയിൽ കാണാം. സർക്കിൾ ടു സെർച്ച് എന്ന ഈ ഫീച്ചർ എന്താണെന്ന് അറിയാത്ത ഒരുപാട് പ്രേക്ഷകരും ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ ആദ്യം അവർക്ക് അത് എന്താണെന്ന് വളരെ വേഗത്തിൽ പറഞ്ഞു കൊടുത്തിട്ട് എല്ലാ മൊബൈൽ ഫോണിലും ഇത് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും യൂട്യൂബ് ആയാലും നിങ്ങളുടെ മൊബൈലിൻ്റെ ഡിസ്പ്ലേയിൽ കാണിക്കുന്ന എന്ത് കാര്യവും അത് എന്താണെന്ന് അറിയണമെങ്കിൽ ഇപ്പോൾ എൻ്റെ ഫോണിൽ ഒരു ഓട്ടോറിക്ഷയുടെ കാണാം. ഞാൻ ജസ്റ്റ് ഇവിടുത്തെ സെൻറ്റർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഇതുപോലെ ഒരു ഓപ്ഷൻ ഓണായി കിട്ടും. ഇനി ഞാൻ സ്ക്രീനിൽ ഇതുപോലെ സർക്കിൾ ചെയ്യുന്ന സമയത്ത് ആ ഓട്ടോറിക്ഷ ഓട്ടോമാറ്റിക്കലി സ്കാൻ ആയിട്ട് അത് എന്താണെന്നും അതിൻ്റെ റേറ്റും ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഗൂഗിൾ കാണിച്ചു തരുന്നതാണ്. ഇതുപോലെ നമ്മുടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്ന എന്തിനെക്കുറിച്ചും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനാണ് ഈ സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉപയോഗിക്കുന്നത്. അതിപ്പോൾ പ്രോഡക്റ്റ് മാത്രമല്ല, നമുക്ക് സ്ക്രീനിൽ കാണിക്കുന്ന വ്യക്തിയെ മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലെ സർക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ചിത്രമാണ്, അതിൻ്റെ ഒറിജിനൽ ചിത്രവും ആ വ്യക്തി ആരാണെന്നും അത് ഏത് സിനിമയിലെ രംഗമാണെന്നും ഒക്കെ നമുക്ക് ഇതുപോലെ സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. എന്തിന് മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ പോലും നമുക്ക് ഇതുപോലെ സർക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് ഗൂഗിൾ തന്നെ പറഞ്ഞു തരുന്നതാണ്. നിങ്ങളുടേത് ഒരു പുതിയ സ്മാർട്ട് ഫോൺ ആണെങ്കിൽ സർക്കിൾ ടു സെർച്ച് ഏത് കമ്പനി ആയാലും അതിനകത്ത് ഗൂഗിൾ നൽകുന്നുണ്ട്. ഇതിപ്പോൾ റിയൽമിയുടെ ഫോണാണ്, ഇതിൽ സർക്കിൾ ടു സെർച്ച് ഉണ്ട്. അപ്പോൾ ആദ്യം നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങളുടെ ഫോണിൽ സർക്കിൾ ടു സെർച്ച് ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഏത് ഫോണിലും പുതിയതിലും പഴയതിലും ഒക്കെ ഈ ഓപ്ഷൻ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഞാൻ ജസ്റ്റ് സർക്കിൾ എന്നേ സെർച്ച് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കാണാം സർക്കിൾ ടു സെർച്ചിൻ്റെ ഓപ്ഷൻ എൻ്റെ ഫോണിലുണ്ട്. ഉണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കും. അതൊന്ന് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് അകത്തായിട്ട് സർക്കിൾ ടു സെർച്ചിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതിൻ്റെ ബട്ടൺ നിങ്ങളൊന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഓൾറെഡി ഓൺ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടേത് ഓൺ അല്ലെങ്കിൽ ഓൺ ചെയ്താൽ പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വർക്ക് ചെയ്യുന്നതാണ്. നിങ്ങളുടെ സെൻറ്റർ ബട്ടൺ ഇതുപോലെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇനി എവിടെ മാർക്ക് ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വർക്ക് ചെയ്യുന്നതാണ്. ഇനി നിങ്ങളുടെ ഫോൺ സെറ്റിംഗ്സിനകത്ത് സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കുന്നില്ലെങ്കിൽ, ഇതിപ്പോൾ പഴയ റെഡ്മി ഫോണാണ്, ഞാൻ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് സർക്കിൾ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഫോണിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, നോ റിസൾട്ട്. ഇനി നിങ്ങളുടെ മൊബൈൽ ഫോൺ പഴയതായാലും പുതിയതായാലും നിങ്ങൾക്ക് സെറ്റിംഗ്സിനകത്ത് ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരൊക്കെ ഇത് കാണിച്ച് ജാട കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലും ഈ ഒരു ഓപ്ഷൻ കൊണ്ടുവരാൻ സാധിക്കും. അതിനായിട്ട് ചെറിയൊരു ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം ആപ്ലിക്കേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പറഞ്ഞു തരാം. യൂട്യൂബിൽ നിന്ന് വീഡിയോ കാണുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ടാവും. ഫേസ്ബുക്കിൽ നിന്നാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഒരു QR കോഡാണ് ഉണ്ടാവുക. QR കോഡ് ഉപയോഗിച്ച് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവരാണ് നിങ്ങളെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയുടെ അവസാനം എങ്ങനെയാണ് QR കോഡ് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് എന്ന് കൂടി പറഞ്ഞു തരാം. നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആക്സെപ്റ്റ് ബട്ടൺ ഉണ്ടാവും. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു എക്സാമ്പിളാണ് നിങ്ങൾക്ക് കാണിക്കുക. നിങ്ങളുടെ ഗൂഗിൾ മാറ്റിയിട്ട് സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ഈ ഓപ്ഷനിലേക്ക് മാറ്റേണ്ട ഒരു ഓപ്ഷനാണത്. അതെങ്ങനെയാണ് എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് താഴെ ഗോ ടു സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് മാറ്റേണ്ട ഒരു ഓപ്ഷൻ കിട്ടും. നിങ്ങൾക്ക് കാണാം ഡിജിറ്റൽ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. അതിലേക്ക് ക്ലിക്ക് ചെയ്യണം, ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യരുത്. അപ്പോൾ നിങ്ങളുടെ ഓൾറെഡി ഗൂഗിളിലായിരിക്കും, അത് മാറ്റിയിട്ട് സർക്കിൾ ടു സെർച്ച് ആക്കാം. അപ്പോൾ പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജെമിനി ആപ്പൊന്നും ഈ സെൻറ്റർ ബട്ടണിൽ വർക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റ്, വോയിസ് അസിസ്റ്റൻറ്റ് ഒന്നും വർക്ക് ചെയ്യില്ല. ഈ ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് പ്രാധാന്യമെങ്കിൽ മാത്രമേ നിങ്ങൾ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമ്മൾ ഫോണിലെ സെൻറ്റർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ആദ്യം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ കാണും. 3 തരത്തിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ അതിൽ എക്സാമ്പിൾ കാണിക്കുന്നതാണ്. ഓക്കെ കൊടുക്കുക. ഇനി ഞാൻ എൻ്റെ ഹോം സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കാണാം ഞാൻ സെൻറ്റർ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് സ്ക്രീനിൽ ആ ഒരു ഓപ്ഷൻ ഓണായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് സാംസങ്ങിൽ കിട്ടുന്നതിനേക്കാളും എൻ്റെ റിയൽമി ഫോണിൽ കിട്ടുന്നതിനേക്കാളും വൃത്തിയുള്ളതാണ്. സ്ക്രീൻ മൊത്തമായിട്ട് തന്നെ കാണുന്നുണ്ട്. സ്ക്രീനിൽ എവിടെ വേണമെങ്കിലും ഇത് പ്രസ് ചെയ്ത് പിടിച്ച് ഇതുപോലെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ലഭിക്കുന്നതാണ്. പിന്നെ പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചില ഫോണിൽ പെർമിഷനിൽ വ്യത്യാസം ഉണ്ടാവും. അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ചില ഫോണിൽ 2 സ്ഥലത്തൊക്കെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് മാറ്റിയിട്ട് ഇതുപോലെ സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്ക്. ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ QR കോഡ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. അല്ലെങ്കിൽ ഇതേ QR കോഡ് തന്നെ ഫേസ്ബുക്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും കാണാൻ പറ്റും. അത് ജസ്റ്റ് ഗാലറിയിലേക്ക് സേവ് ചെയ്യുക.
ശേഷം നിങ്ങളുടെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് google.com എന്ന ഗൂഗിളിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകുക. അപ്പോൾ അതിൻ്റെ സെർച്ച് ബാറിൽ വലതുഭാഗത്തായിട്ട് നിങ്ങൾക്കൊരു ക്യാമറയുടെ ഐക്കൺ കാണാം. ആ ക്യാമറയുടെ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ക്യാമറയും ഗാലറിയും ഒക്കെ ഓപ്പൺ ആകുന്നതാണ്. ഇനി നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തതോ സേവ് ചെയ്തതെടുത്തതോ ആയിട്ടുള്ള ആ QR കോഡ് ജസ്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്യുക. അപ്പോൾ അത് സ്കാൻ ചെയ്തിട്ട് നടുവിലായി നീല നിറത്തിൽ നിങ്ങൾക്കൊരു ലിങ്ക് കാണാം. ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്താൽ പുതിയൊരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഓണായി കിട്ടുന്നതാണ്. ഈ വെബ് പേജ് കിട്ടിയാൽ വളരെ സാവധാനത്തിൽ 10 സെക്കൻഡെങ്കിലും എടുത്ത് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.